എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 15-ാമത് വാക്യം. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആർ? അവനോട് പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനം എന്ന് പറയുന്നു. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ രണ്ട് നിലവാരങ്ങളിലുള്ള ആളുകളെ ഈ ഭൂമിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ദൈവവിശ്വാസമോ ദൈവമുണ്ടെന്നുള്ള ചിന്തയോ ഇല്ലാത്ത ആളുകൾ. മറ്റൊരു കൂട്ടം ആളുകൾ ദൈവത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുമായ ആളുകൾ. ദൈവമില്ല എന്ന് പറയുന്നവർ മൂഢന്മാരാണ് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരാണ് എന്നും ഓർപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്തിനാണ്? പ്രാർത്ഥന കൊണ്ട് എന്തു ഗുണമാണുള്ളത് എന്നൊരു കൂട്ടം ആളുകൾ ചോദിക്കുമ്പോൾ, പ്രാർത്ഥന കൊണ്ട് ശ്രേഷ്ഠമായ അനുഭവങ്ങളിലും ഉന്നതമായ പശ്ചാത്തലങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ള അനവധി ആളുകളെ ഈ ലോകത്തിലും വിശുദ്ധ വേദപുസ്തകത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ, പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നിരിക്കുന്ന, അടിമത്വത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ദാനിയേലും പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ അയൽ രാജ്യത്ത് അടിമത്വത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു. ദാനിയേലിനോടുള്ള പക നിമിത്തവും തന്നെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം നിമിത്തം രാജാവിനോടല്ലാതെ ഇനി രാജ്യത്താരും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ആഴമായ പ്രാർത്ഥനാ ജീവിതമുള്ള ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിപ്പാൻ കഴിഞ്ഞില്ലെന്നും ആ കൽപ്പന ഭൂമിയിൽ നിലനിൽക്കെ താൻ ചെയ്തു വന്നതുപോലെ യെരൂശലേമിന് നേരെ തൻ്റെ ആ കിളിവാതിലുകളെ തുറന്നിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുൻപ് താൻ ചെയ്തു വന്നിരുന്നതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നോർപ്പിക്കുകയാണ്. വളരെ കൃത്യമായി നോക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് രേഖ എഴുതപ്പെട്ടിരിക്കുന്ന പട്ടണത്തിലും പ്രാർത്ഥനയുടെ ആവശ്യകതയും പ്രാർത്ഥന കൊണ്ടുള്ള പ്രയോജനവും തിരിച്ചറിഞ്ഞ ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ഒരടിമയായിരുന്ന ദാനിയേലിനെ ശ്രേഷ്ഠമായ പദവികളിൽ എത്തിച്ചത് എന്ന് നാം മറന്നു പോകരുത്. മാത്രമല്ല, ആ പ്രാർത്ഥനയാണ് വിശന്ന് കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ദാനിയേൽ ചെല്ലുമ്പോൾ ദാനിയേലിനു വേണ്ടി അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതൻ ആ സിംഹത്തിൻ്റെ കുഴിയിൽ ചെന്ന് ആ സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അടിമത്വത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. നിന്നെ കടിച്ചു കീറുമെന്ന് പറയുന്ന ഘോര ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ആകയാൽ
പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കി പ്രാർത്ഥനയിൽ നാളുകളിൽ മുന്നേറുവാൻ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിച്ച് ശ്രേഷ്ഠതകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി തീരുവാൻ തക്ക തലത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.